എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭയങ്കര ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ന് കുഞ്ഞുവാവയുടെ പേരിടൽ ചടങ്ങും നമ്മൾ ചെറിയ ഫംഗ്ഷനൊക്കെ ആയിട്ട് നടത്തണതിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങാൻ പോണേന്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് തന്നെ കുളിച്ചിട്ടുണ്ട് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒന്ന് റെഡിയാവാനൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതേ അകത്തുണ്ട്. അമ്മ അവിടെ റെഡിയാവാനായിട്ട് കുളിക്കാനൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊരു 10-11 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഹാളിലോട്ട് പോയാൽ മതി. പെരുമ്പടന്നയിൽ വെച്ചാണ് നമ്മൾ കണ്ണൻ്റെ നിശ്ചയം നടന്ന ഹാളിൽ വെച്ചാണ് കേട്ടോ നമ്മുടെ പരിപാടി. അപ്പോൾ സുധപ്പനാണെങ്കിൽ ഇതേ ഇവിടെ തകൃതിയായിട്ട് കാറൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. സുധനെ കാണിക്കാൻ പറ്റൂല, സുധു ഷർട്ട് ഇട്ടിട്ടില്ല. കണ്ണനാണെങ്കിൽ ഹാളിൻ്റെ അടുത്ത് പോയേക്കണ്. വെല്ലുണ്ട്. സുനിച്ചേട്ടൻ അമ്പലത്തിൽ നിന്ന് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തുള്ളൂ കേട്ടോ. ചേട്ടൻ ഇന്ന് രാവിലെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ചേട്ടൻ എത്തും. കാക്കയും പോലെ തന്നെ നമ്മുടെ കാക്കയും കിളികളൊക്കെ അവർ രാവിലെ അവരുടെ കളകളനാദമൊക്കെ കേൾക്കുമല്ലോ. അപ്പോൾ അതേ സുധപ്പൻ ഇവിടെ ഉണ്ട്, കാണിക്കൂല. അപ്പം ഇനി പോയിട്ട് ഞങ്ങൾ റെഡിയായി സെറ്റായിട്ടൊക്കെ വരാം. അപ്പം ഇന്നത്തെ കുറേ നമ്മുടെ സ്പെഷ്യൽ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോണത്. മിക്കവാറും ഇത് കുറേ വോയിസ് ഓവർ ആയിരിക്കുള്ളൂ. കുറേ പരിപാടികളുണ്ട്. കുറേ ഫ്രണ്ട്സ്, നമ്മുടെ ബന്ധുക്കളെ എല്ലാവരും കൂടി കുറേ നാളുകൾക്ക് ശേഷം കൂടണ ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ അതൊരു അടിപൊളി സ്പെഷ്യലാണ്. പിന്നെ നമ്മുടെ വാവ എങ്ങനെയായിരിക്കും, വാവയുടെ പേരെന്തായിരിക്കും എന്നൊക്കെ ഉള്ളത് എല്ലാവരും എന്നോട് ചോദിക്കണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിലൊക്കെ. വാവയുടെ പേരൊക്കെ എന്താണ് ഇട്ടത് തക്കൂ എന്നൊക്കെ ഇട്ടിട്ടുണ്ടാന്നൊക്കെ. അപ്പം ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടി നമ്മുടെ വാവയുടെ പേരിടൽ ചടങ്ങിലോട്ട് പോവാം. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. ഹലോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ റെഡി ആയിട്ടുണ്ട് പോകാനായിട്ട്. കുറച്ച് നേരമായിട്ട് നമ്മളിങ്ങനെ ഒരുങ്ങണ പരിപാടിയിലായിരുന്നു. ചെറിയ രീതിയിൽ നമ്മളൊന്ന് ഗെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പോകാൻ പോണേണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ചെറിയൊരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ബന്ധുക്കളും നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും നമ്മൾ ഓഡിറ്റോറിയത്തിലോട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോണ്. കൊച്ചിൻ്റെ അച്ഛൻ ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. കൊച്ചിൻ്റെ അച്ഛൻ്റെ കുട്ടപ്പനായിട്ടുണ്ട്. അപ്പോൾ റെഡി ആയിട്ട് പോകാൻ പോണ്. വലിയ ഇവിടെ നിൽക്കുന്നുണ്ട്, മാമൻ ഇവിടെ നിൽക്കുന്നുണ്ട്, അമ്മ ഇവിടെ ഉണ്ട്. നല്ല സുന്ദരി പണിയായിട്ട് ഇവിടെ റെഡി ആയിക്കുന്നുണ്ട്. എല്ലാവർക്കും കൂടി നമുക്ക് അവിടെ പോയി നമ്മുടെ കുഞ്ഞിച്ചേർക്കനെ അതെ നമ്മുടെ ഒരു പരിപാടിയല്ല, നമ്മുടെ പരിപാടി അടിപൊളിയാക്കണ്ട. നമുക്ക് 2 വീഡിയോയിലും 2 ചാനലിലും ഇടുകയും വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് ഒരുപോലെ ആയിരിക്കും, മാറ്റി നമുക്ക് പിടിക്കാം. അപ്പൊ നമുക്കിനി എന്തായാലും വേഗം തന്നെ നമുക്ക് ശ്രുതിയുടെ അടുത്തും വാവയുടെ അടുത്തും പോവാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹാളിലിട്ട് പോവാം അല്ലേ. പോവാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്നൊക്കെ പറയലോട്ടാ. ഞങ്ങളങ്ങനെ നേരെ നമ്മുടെ ശ്രുതിയുടെ വീട്ടിലേക്ക് പോകാമെന്ന് ഓർത്താണ് കേട്ടോ. അപ്പോൾ വാവനെ ഒന്ന് റെഡിയാക്കാനുണ്ട്. ശ്രുതിയുടെ റെഡിയാവലൊക്കെ കഴിഞ്ഞ ആളെങ്ങനെയായിരുന്നു രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടാ കൊച്ചു കുഴപ്പമൊന്നുമില്ല, ഇന്ന് എഴുന്നേറ്റപ്പോൾ അവൻ വളരെ ഹാപ്പിയാണ്. ഇന്ന് അവൻ്റെ സ്പെഷ്യൽ ഡേ ആണെന്ന് അവന് മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ എത്തണേക്ക് മുമ്പ് തന്നെ അമ്മയും കണ്ണനും സുധുവൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അമ്മ വാവക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് ഇടിയിച്ചില്ല കേട്ടോ, കാരണം നല്ല ചൂടുണ്ട്. കഴിഞ്ഞ ദിവസം വരെ നല്ല മഴയായിരുന്നല്ലോ, ഇന്ന് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂട്. അപ്പോൾ ഞങ്ങൾക്ക് ആകെ ടെൻഷനായിരുന്നു. വാവ ആദ്യമായിട്ട് ഇങ്ങനെ പുറത്തോട്ടൊക്കെ വരുമ്പോൾ അവൻ എന്തായിരിക്കും ആവോ എടയോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഹാളിലേക്ക് വന്നപ്പോഴാണെങ്കിൽ എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനത്തെ പരിപാടിയൊക്കെ വീഡിയോയിലൊക്കെ കണ്ട് മാത്രമേ അറിയാൻ പാടുള്ളൂ കേട്ടോ. ഞാൻ ഇതുവരെ നേരിട്ട് ഒരു പേരിടൽ ചടങ്ങ് ഇങ്ങനെ ഒരു പരിപാടിക്ക് ഞാൻ പോയിട്ടില്ല. വെറുതെ നമ്മൾ 28-നൊക്കെ ഇങ്ങനെ കാതിൽ പേര് വിളിക്കുന്നല്ലാതെ നമ്മളിങ്ങനെ നമ്മളിങ്ങനെ പേരിങ്ങനെ റിവീൽ ചെയ്യുന്ന പരിപാടിയൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ വീട്ടിൽ തന്നെ അത് ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ ഹാളിലോട്ട് വന്നപ്പോഴാണെങ്കിൽ നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സും കൂട്ടുകാരും എല്ലാവരും എത്തണുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറച്ച് സമയം എല്ലാവരോടും വർത്താനം പറയലും വിശേഷങ്ങളൊക്കെ പറഞ്ഞൊക്കെ നിൽക്കുമ്പോഴേക്കും നമ്മുടെ ഇന്നത്തെ താരം അങ്ങനെ വന്നിട്ടുണ്ട്. അച്ഛൻ്റെ അമ്മയുടെയും കൂടെ വന്നേക്കേണ്ട ആദ്യമായിട്ട് പുറത്തിറങ്ങിയതിൻ്റെ ആ ഒരു എന്തായിരിക്കും എന്നുള്ള ആകാംക്ഷയിൽ ഞാനും അമ്മയൊക്കെ കൂടി വേഗം തന്നെ ചെന്നിട്ടുണ്ടായിരുന്നുണ്ട്. പക്ഷെ ആള് നൈസായിട്ട് ഉറങ്ങണമായിരുന്നു. പിന്നെ പാലൊക്കെ കൊടുത്ത് ആളെ നമ്മൾ കാറിൽ തന്നെ ഒന്ന് സെറ്റാക്കി ഇരുത്തിയിട്ടാ. കാരണം നമ്മൾ പരിപാടി തുടങ്ങുന്ന സമയം ആകുമ്പോഴേക്കും പുറത്തേക്ക് കൊണ്ടുവരാമെന്നൊക്കെ കരുതിക്കൊണ്ട് അങ്ങനെ ശ്രുതിയോട് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് കാണാനായിട്ട്, എന്നെ കാണാൻ ഭംഗിയുണ്ട്. അപ്പോൾ അവൾ എന്നോട് ചോദിക്കുന്നുണ്ട് അവളെ കാണാൻ ഭംഗിയുണ്ടാന്ന്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭംഗിയുണ്ടാന്ന് ചോദിക്കലാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ പരിപാടി. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ അകത്തേക്ക് കയറി ചെന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സുനിച്ചേട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേട്ടൻ ഇന്ന് രാവിലെയാണ് മൂവാറ്റുപുഴയിൽ നിന്ന് എത്തിയത്. അപ്പോൾ ചേട്ടൻ ഞാൻ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എപ്പോൾ നമ്മുടെ ഫാമിലിയിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും എങ്ങനെയായാലും നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ രീതിയിൽ മാച്ചായിട്ട് വരും കേട്ടോ. നമ്മൾ മറിഞ്ഞൊന്നും എടുത്തതൊന്നുമല്ല, എങ്കിൽ പോലും ഡ്രസ്സൊക്കെ ഏകദേശം എല്ലാവരുടെയും ഒരു മാച്ചിങ്ങിലൊക്കെ വന്ന് നിൽക്കുമെന്നൊക്കെ ഞങ്ങളിങ്ങനെ പറയണമായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ പിള്ളേരൊക്കെ കൂടി നമ്മൾ ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അമ്മയും കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ ഡാൻസിൻ്റെ വീഡിയോ ഒന്നും ഫുള്ളായിട്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ സ്റ്റേജിലേക്കും അങ്ങോട്ടും നമ്മുടെ എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞ് കുറേ ദിവസമല്ല നാളുകൾക്ക് ശേഷമൊക്കെ കാണണല്ലേ.
അപ്പോൾ ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഫോണൊക്കെ ഇങ്ങനെ എല്ലാവരുടെയൊക്കെ കയ്യിലൊക്കെ കൊടുക്കണമായിരുന്നു. അപ്പോൾ ഡാൻസും പരിപാടിയൊക്കെ എനിക്ക് ഫുള്ളായിട്ട് അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതേ നമ്മൾ വിളക്ക് കൊളുത്തലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ചടങ്ങായിട്ടൊന്നുമല്ല, എന്നാലും നമ്മൾ വിളക്കൊക്കെ കൊളുത്തി നമ്മൾ ചടങ്ങായിട്ട് ചരട് കെട്ടൽ കഴിഞ്ഞതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സമയമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവർക്കും നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞ് എല്ലാവരും പരിപാടി കഴിഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. കാരണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 10:30-11 സമയം വെച്ചതെങ്കിലും നമ്മുടെ പരിപാടി 11:30-11:45 തുടങ്ങിയത്. ഇന്നത്തെ ദിവസം ഒത്തിരി പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ലേറ്റായിട്ടാണ് നമ്മൾ പിന്നെ വാവയുടെയും എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് നമ്മൾ കറക്റ്റ് ചെയ്ത് വന്നപ്പോഴേക്കും എല്ലാവർക്കും ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞിരുന്നു പോകാൻ നേരം എല്ലാവരും. പിന്നെ അതേ നമ്മൾ ചെറിയ ചടങ്ങായിട്ട് നമ്മുടെ വാവക്ക് ഗോൾഡ് കാര്യങ്ങളൊന്നും ഇതുവരെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് ശ്രുതിയുടെ വീട്ടിൽ നിന്നും നമ്മുടെ വീട്ടിൽ നിന്ന് എല്ലാവരും അങ്ങോട്ട് ഗോൾഡ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ചടങ്ങ് എന്നുള്ളത്. പിന്നെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുക, പിന്നെ വാവയുടെ പേരൊക്കെ നമുക്ക് എല്ലാവരോടും പറയാമെന്നൊക്കെ ഉള്ളത് തന്നെയൊക്കെ ഇരുന്നിട്ടാണ്. പിന്നെ ഞാനാണെങ്കിൽ എപ്പോഴും കൊച്ചു ബേബി എന്ന് വിളിക്കുന്നതുകൊണ്ട് തന്നെ ഇനി അടുത്ത വീഡിയോ 2-3 വീഡിയോയിലും കൂടി ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും വിളിക്കണമെന്ന് തോന്നുന്നുണ്ട്. എനിക്കത് മാറ്റാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ചെയിനാണ് കേട്ടോ വാവയ്ക്ക് വേണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നത്. ചെയിൻ മേടിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, 3-4 ദിവസമായിട്ട് തിരക്കായതുകൊണ്ട് തന്നെ. അപ്പം ഞാൻ ഈ വീഡിയോ കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു വീഡിയോ ഇടുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ചെയിൻ മേടിക്കാൻ പോയതും പിന്നെ 2-3 അല്ലറ സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ പരിപാടി എന്തായാലും നടക്കട്ടെ. അപ്പോൾ അതേ അമ്മയാണെങ്കിൽ വാവക്ക് തള ഇട്ട് കൊടുക്കാൻ പോകുന്നുണ്ട്, കണ്ണന്തേ അരഞ്ഞാണ് ഇടുന്നുണ്ട്, ശ്രുതിരച്ഛൻ മാല ഇടുന്നുണ്ട്, സുതപ്പനാണ് നമ്മൾ ചെയിനൊക്കെ ഇട്ട് കൊടുത്തത്, ചേട്ടനാണ് അനിയന് വേണ്ടി ചെയിനൊക്കെ ഇട്ട് കൊടുത്തത്. അപ്പോൾ നമ്മുടെ വാവ ഇന്ന് ആദ്യമായിട്ട് ഗോൾഡും ഇട്ടിട്ടുണ്ട്. ഗോൾഡും ഇട്ട് എല്ലാവരുടെ അടുത്തും നമ്മൾ എല്ലാവരും കൂടി ഉള്ള സ്ഥലത്തുമൊക്കെ ഇന്ന് ആദ്യമായിട്ട് വന്ന അവൻ്റെ വളരെ സ്പെഷ്യൽ ഡേയും പിന്നെ അങ്ങനെ പേരിടൽ കാര്യങ്ങളൊക്കെയാണ് ഇനിയുള്ളത്. അപ്പം ഇങ്ങനെ ഒരേ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ തള ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടികൾ. പിന്നെ നമ്മുടെ പരിപാടികളിൽ എല്ലാം ഒരേപോലെ ആയെന്നുള്ള പരാതി ആരും പറയല്ലേ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ പരിപാടി ഈ വീഡിയോ ഞാൻ ഇട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് വീഡിയോ ആണ് ഇടേണ്ടത്? അതുകൊണ്ടാണ് കേട്ടോ ഒരുപോലെ ആയിട്ട് വന്നത്. നമുക്ക് അടുത്ത വീഡിയോസൊക്കെ നമുക്ക് വേറെ വെറൈറ്റികളൊക്കെ പിടിക്കാം. അപ്പോൾ എല്ലാവരും കൂടി കൂടുന്ന പരിപാടിയല്ലേ, അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ആവട്ടെ എന്ന് കരുതി. അപ്പോൾ എല്ലാവർക്കും പരിപാടിയൊക്കെ ഇഷ്ടപ്പെട്ടാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കിനി സമയം കളയാതെ വേഗം തന്നെ നമ്മുടെ വാവയ്ക്ക് എന്താണ് പേരിട്ടതെന്നൊക്കെ കാണാം. പേരിന് വേണ്ടിയിട്ടുള്ള റിങ്ങൊക്കെ നമ്മളെ സംഭവങ്ങളൊക്കെ ബാക്കിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പേരൊക്കെ ഇടാൻ പോണേണ്, എന്താണെന്ന് റിവീൽ ചെയ്യാൻ പോവേണ്. അപ്പം ഞങ്ങളെല്ലാവരും ഭയങ്കര ആകാംക്ഷയായിരുന്നു. കാരണം അമ്മയും പറയുന്നുണ്ടായിരുന്നു കേട്ടോ, അമ്മയും ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി കാണണേന്ന് പറയുന്നായിരുന്നു കേട്ടോ. നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു പരിപാടി കണ്ടിട്ടില്ല, വീഡിയോസിലൊക്കെ മാത്രം കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറയണമായിരുന്നു. അപ്പോൾ സ്പോഞ്ച് മൊത്തമായിട്ട് താഴെ വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ വാവയുടെ പേരും നമ്മുടെ വാവയുടെ ഒരു ഫോട്ടോയുമാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വാവയുടെ പേര് നമ്മൾ വീട്ടിൽ വിളിക്കുന്നത് വേദു എന്നാണ്. നമ്മളുടെ ശരിക്കും പേര്, അവൻ്റെ പേര് ഋത്വിക് ഗോപകുമാർ എന്നാണ്. ഞാൻ പേര് പഠിച്ചു തന്നെയുള്ളൂ കേട്ടോ, അതുകൊണ്ട് തന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തെറ്റിപ്പോകും. ഋത്വിക് എന്ന് വരും. ഋത്വിക് ഗോപകുമാർ എന്നാണ് വാവേൻ്റെ പേര് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വാവയുടെ പേരൊക്കെ ഇഷ്ടപ്പെട്ടാന്ന് പറയണം. പിന്നെ നമ്മുടെ പിള്ളേരുടെ ഡാൻസ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ സിന്ധുമ്മയുടെയും സുധുവിൻ്റെയും ഒരടിപൊളി ഡാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് എനിക്ക് മിസ്സായിപ്പോയി, എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റില്ല. ആരെങ്കിലും അത് നമ്മുടെ യൂട്യൂബിലേക്ക് അല്ലാതെ ഇൻസ്റ്റയിലേക്ക് ഇടാവുന്ന വിധത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അത് ഷോർട്സ് ഇടുമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായി. രാവിലെ അമ്മാമ്മയും മോനും കൂടി കഷ്ടപ്പെട്ട് പഠിച്ചതായിരുന്നു, പക്ഷേ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ എപ്പോഴേക്കും പുറത്തേക്ക് പോയ സമയത്തായിരുന്നു ഇവിടെ പരിപാടി നടക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്കും കാണാൻ പറ്റിയില്ല. അപ്പോൾ എനിക്കും കാണണമെങ്കിൽ ഇനി ആരോടെങ്കിലുമൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടാകുന്നൊക്കെ ചോദിക്കണം. അങ്ങനെ പിള്ളേരുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുമ്പോഴേക്കും സൈഡിൽ നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായി. അങ്ങനെ ഫുഡ് കാര്യങ്ങളും അങ്ങനെ കുറേ പരിപാടികളൊക്കെ അങ്ങനെ ചുറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞ് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളും, പിന്നെ അമ്മയുടെ ഒരുപാട് കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എല്ലാവരെയും സെപ്പറേറ്റ് ആയിട്ട് പറയണില്ല. പിന്നെ ഇപ്പം നമ്മുടെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആദർശിൻ്റെ കഴിഞ്ഞ നമ്മൾ 9ാം മാസത്തിൻ്റെ വീഡിയോയിൽ ആ മോള് ഡാൻസ് കളിച്ചപ്പോൾ എല്ലാവരും പറയണമായിരുന്നു. അപ്പോൾ അവളും ഡാൻസ് കളിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് സുനിച്ചേട്ടൻ്റെ ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പോകാനായിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നിൽക്കണമായിരുന്നു. അങ്ങനെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവരെ വിട്ടതിന് ശേഷം ഞങ്ങൾ വേഗം തന്നെ പോയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നിട്ടാ. എല്ലാവരും പോയതിന് ശേഷമാണ് നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് ഇരുന്ന്. അങ്ങനെ ഇനി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടിയാണ്. കണ്ണം മാത്രം എത്തിയില്ല, വാവയാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ.